ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു ടീസർ റിയാക്ഷൻ ആണ് സുഹൃത്തുക്കളെ. വൺ ഓഫ് ദ മലയാളത്തിലെ ഒരു കിഡിലോസ്കി ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി കൊണ്ടുവന്ന, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫ്രാഞ്ചൈസി ബിൽഡ് ചെയ്ത് വന്ന നല്ല കിടുക്കനായിട്ടുള്ള ഒരു പടമാണ് സുഹൃത്തുക്കളെ ദൃശ്യം. ദൃശ്യത്തിൻ്റെ 3ാം ഭാഗത്തിൻ്റെ ടീസർ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. മെയ് 21 പടം വേൾഡ് വൈഡ് റിലീസാവുന്നത്. എന്താണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങളും ഞാനും എല്ലാം ഭയങ്കര ആകാംക്ഷയിലും എക്സൈറ്റ്മെൻറ്റിലുമാണ്. എന്തായാലും ലെറ്റ്സ് സീ ദ ഒഫീഷ്യൽ ടീസർ ഓഫ് ദൃശ്യം 3 സുഹൃത്തുക്കളെ. Come on. 2013 ഫസ്റ്റ് ദൃശ്യം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതൊരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുകളിലെത്തിയത്. ആശീർവാദ് സിനിമാസ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. 2021 സെക്കൻഡ് പാർട്ട്. 2013 എന്ന് പറയുമ്പോൾ ഇപ്പൊ 10 വർഷം, 13 വർഷം. സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. 2026 ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എന്റെ ഈ സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. The past never stays silent. ആന്റണി പെരുമ്പാവോ. കുറ്റസമ്മതമാണോടെ ഇങ്ങോട്ടേ പോകുന്നത്? പള്ളിയൊക്കെ കാണിക്കുന്നു, പള്ളിക്കകത്ത് ഇരുന്ന് ഒരു ഏറ്റുപറച്ചിൽ പോലുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. എന്തരായിരിക്കും ഇനി? ഇത് വളഞ്ഞു പിടിച്ചിട്ട് എങ്ങോട്ട് പോകുന്നു? ഒരു 4ാം ക്ലാസ്സുകാരൻ്റെ ചില്ലറ ബുദ്ധിയാണോ കാണിക്കുന്നത് ജോർജ് കുട്ടി? എന്തായാലും ഒന്നും കാണാതെ ലാലേട്ടനും ജിത്തു ജോസഫും കൂടെ ഇതിങ്ങനെ എടുക്കത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കാണുവിടെ. എന്നാലും സെക്കൻഡിനകത്ത് ഇപ്പം അവർ ജസ്റ്റ് ഇങ്ങനെ എസ്കേപ്പായി എന്നുള്ള രീതിക്ക് നിർത്തി. ഒരു ക്ലൂ കൊടുത്തു. ക്ലൂ അല്ല, ഒരു ഉത്തരം കൊടുത്തു. മറ്റേ വരുൺ പ്രഭാകരൻ ഇനിയും തിരിച്ചു വരില്ല എന്നുള്ളത് വീട്ടുകാർക്ക് ബോധ്യമായി. അതിനുശേഷം കേസും കാര്യങ്ങളും ഒക്കെ എവിടെ ചെന്ന് തീരും, എന്താണ് അതൊരു ജോർജ് കുട്ടി എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ കുറ്റസമ്മതം നടത്തുകയാണോ? പിന്നെ അതുപോലെ ചില റൂമേഴ്സൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു, കണ്ടതും കേട്ടതും ഒക്കെയാണ്. ഈ ഇളയ മകൾ ആയിട്ടുള്ള പുള്ളിക്കാരത്തി ഒറ്റിക്കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടായിരുന്നു. ഐ ഡോണ്ട് നോ അതെന്താണ് എന്നുള്ളത് അറിയത്തില്ല. ദ പാസ്റ്റ് നെവർ സ്റ്റേസ് സൈലൻസ്. എൻ്റെ മോനെ, ഇവിടെ എന്നാലും എന്തുമായിരിക്കും അല്ലേ? ഇപ്പം 3 സിനിമകളുടെയും കുറച്ച് ഷോർട്സാണ് കാണിച്ചത്. എൻ്റെ മോനെ, എന്നാലും എന്തുമായിരിക്കും? കുറ്റസമ്മതമായിരിക്കുമോ, അതോ വീണ്ടും ഈ കേസിൽ നിന്ന് വഴിമാറി പോകുന്നത് പോലുള്ള ഈ എന്തെങ്കിലും? 21 പടം ഇറങ്ങുന്നു ഗൈസ്. അപ്പോൾ അതാണ് ദൃശ്യം 3 ടീസർ. പിന്നെ അതുപോലെ കേട്ട കാര്യമായിരുന്നു, ഇഫ് സത്യം തോന്നുന്നു ഹിന്ദി ആൾക്കാർ ഇതിൻ്റെ പതിപ്പ് ഇതിൻ്റെ റൈറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവർ മലയാളത്തിൽ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. ബട്ട് നമ്മുടെ ആൾക്കാർ പറഞ്ഞു പറ്റത്തുള്ള, നമ്മുടെ റിലീസ് ചെയ്ത് ഇത്ര മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിലീസ് ചെയ്യാനുള്ള പെർമിറ്റ് ഉള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള അവകാശമുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് മലയാളം തന്നെയാണ് ഗൈസ് ആദ്യം വരുന്നത്. അതങ്ങനെ ആണല്ലോ, അതങ്ങനെ ആയിരിക്കണമല്ലോ, അതങ്ങനെ തന്നെ വേണമല്ലോ. ഗൈസ്, പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് പാർട്ടിൻ്റെ കുറച്ച് സീൻ കാണിച്ചു, സെക്കൻഡ് പാർട്ടിൻ്റെ കുറച്ച് സീൻ കാണിച്ചു, തേർഡ് പാർട്ട് ഒരു ചർച്ചിനകത്ത് ലാലേട്ടൻ ഇരിക്കുന്നതാണ് കാണിച്ചത്. പിന്നെ മീനയുടെ ഷോട്ട്, പിന്നെ ആശ ശരത്തൻ സിദ്ദിഖേട്ടൻ അവർ എവിടെയോ ഇരിക്കുന്നത്, ഫോറിനിൽ എവിടെയാണെന്ന് തോന്നുന്നു, ഐ തിങ്ക് സോ.
പിന്നെ മുരളി ഗോപിയുടെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. സോ മറ്റേതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഐ മീൻ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡിനകത്ത് ഇത്ര വർഷത്തിന് ശേഷമുള്ളതാണല്ലോ കാണിക്കുന്നത്. സോ അപ്പം തേർഡിലേക്ക് വരുമ്പം ഐ മീൻ ആ ഒരു കേസ് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ആണെന്ന് തോന്നുന്നു. ലെറ്റ് സീ ഗൈസ്. മെയ് 21 സോ എന്തായാലും മെയ് 1 പാട്രിയോട്ട് ഇറങ്ങുന്നുണ്ട്. തന്നെ 21 ദൃശ്യം 3. എൻ്റെ മോനെ എന്തോ വേണം, മെയ് നമ്മൾ പൊളിക്കുന്നു ഗൈസ്. സോ ഗൈസ്, അപ്പോൾ അതാണ് ദൃശ്യം 3യുടെ ഒഫീഷ്യൽ ടീസർ റിയാക്ഷൻ. സോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ.